നമ്മൾ ക്ലാസ്സിൽ തിയറിയിൽ പഠിക്കുന്ന LPP വരുന്നൊരു ലാബുണ്ട്, ലാബ് 42. നമ്മൾ ഇതുവരെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ കൂട്ടത്തിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള ലാബാണെന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ ആണിത്. ഓക്കെ, ഞാൻ ഡയറക്റ്റായിട്ട് ചെയ്ത് കാണിക്കാം. എയിം പറഞ്ഞാൽ ജസ്റ്റ് നമ്മൾ LPPയിൽ ചെയ്യുന്ന പോലെ തന്നെ ഗ്രാഫൊക്കെ വരച്ച് ഷെയ്ഡൊക്കെ ചെയ്ത് ഫീസിബിൾ റീജിയൻ കണ്ടുപിടിച്ച് കോർണർ പോയിൻറ്റ്സ് കണ്ടുപിടിച്ച് അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് മാക്സിമം വാല്യൂ ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് 6 മാർക്കുള്ള ക്വസ്റ്റ്യനായിട്ട് തിയറി പരീക്ഷയ്ക്ക് സ്ഥിരം വരുന്നതാണ്. അപ്പോൾ അത് ലാബിൽ ചെയ്യുമ്പോൾ ഇതേ പ്രൊസീജിയർ പക്ഷേ സിമ്പിളായിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആ തിയറിയിലെ കൺസെപ്റ്റും ക്ലിയർ ആവും. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. 3 ആക്ടിവിറ്റി ഉള്ളത്, 3 ഒരേ പ്രൊസീജിയറുമാണ്. അപ്പോൾ ഒരുപാട് പഠിക്കാനും ഇല്ല, സിമ്പിളായിട്ട് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ആക്ടിവിറ്റി നോക്കാം. ഇപ്പോൾ നമുക്കിത് നോർമലി നമുക്ക് തിയറി പരീക്ഷയ്ക്ക് വരുന്ന ഒരു ക്വസ്റ്റ്യൻ്റെ മോഡലാണ്. ഒരു കൺസിഡർ ദ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം എന്ന് പറഞ്ഞിട്ട് തരും. എന്നിട്ട് മാക്സിമൈസ് സെറ്റ് ഈക്വൽ ടു x+2y സബ്ജക്റ്റ് ചെയ്ത കൺസ്ട്രെയിൻസ്. അതായത് ഇങ്ങനെ ഒരു മെയിൻ ഫംഗ്ഷൻ ഉണ്ടാവും, ഇങ്ങനെ കുറച്ച് കണ്ടീഷൻസ്, അതായത് കൺസ്ട്രെയിൻസ് എന്നാണ് പറയുക. ഇവിടെ 5 കൺസ്ട്രെയിൻസ് ഉണ്ട്. അപ്പോൾ ഇതിനെ മാക്സിമൈസ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ഒരു വാല്യൂ x+2y എന്ന വാല്യൂ എപ്പോഴാണ് മാക്സിമം ആവുന്നത്? ഇൻ ദീസ് കണ്ടീഷൻസ്. ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമ്മളിതിൻ്റെ ഫീസിബിൾ റീജിയൻ കൺസിഡർ നോർമലി തിയറി പരീക്ഷയ്ക്ക് നമ്മൾ എന്താ ചെയ്യുക? ആദ്യം y-x=0 എന്ന് കൊടുത്തിട്ട് ടേബിളൊക്കെ വരച്ച് ആദ്യം ആ ലൈൻ വരയ്ക്കും, പിന്നെ ഷെയ്ഡ് ചെയ്യും. അതുപോലെ അടുത്ത ലൈൻ വരയ്ക്കും, എന്നിട്ട് ഷെയ്ഡ് ചെയ്യും. അടുത്തതും വരയ്ക്കും, എന്നിട്ട് ഷെയ്ഡ് ചെയ്യും. ഇതൊക്കെ ഫസ്റ്റ് ക്വാർട്ടറിൽ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് ചെയ്യാറുള്ളത്. പക്ഷേ ഇത് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരുമ്പോൾ നിങ്ങൾ ഇത് ഓരോന്നോരോന്നായിട്ട് ടൈപ്പ് ചെയ്യേണ്ട കേസ് പോലും ഇല്ല. നിങ്ങൾക്ക് ജസ്റ്റ് ഈ താഴത്തെ ഉണ്ടോ, വി ക്യാൻ കൺസ്ട്രക്ട് ദ ഫീസിബിൾ റീജിയൻ യൂസിങ് ദ ഇൻപുട്ട് കമാൻഡ്, ഇത് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെ തന്നെ ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് അതെടുത്ത് കോപ്പി ചെയ്താൽ മതി. ഇതുപോലെ സെലക്ട് ചെയ്യുക. ഓക്കെ, എന്നിട്ട് Ctrl+C അടിച്ച് കോപ്പി ചെയ്ത് വെച്ച്. അപ്പോൾ ഞാൻ Ctrl+C അടിച്ചിട്ടുണ്ട്. ഇനി ഞാൻ ജിയോജിബ്രയിൽ കൊണ്ടുപോയിട്ട് പേസ്റ്റ് ചെയ്യാം. ജിയോജിബ്ര വിൻഡോ ഞാൻ ഓപ്പൺ ചെയ്തു. അതിൽ പേസ്റ്റ് ചെയ്യുന്നത് ശ്രദ്ധിക്കുക. ഇത് ഇൻപുട്ട് ബാറിൽ നിങ്ങൾ മാനുവലി ടൈപ്പ് ചെയ്യണമെങ്കിൽ ടൈപ്പ് ചെയ്യാം, അല്ലെങ്കിൽ സമയവും ലാഭമാണ്. ജസ്റ്റ് Ctrl+V അടിച്ചു കഴിഞ്ഞാൽ നേരത്തെ ഞാൻ സെലക്ട് ചെയ്തിരുന്നൊക്കെ ഇവിടെ കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നോക്കി നോക്കൂ, ഇവിടെ നമ്മൾ കഷ്ടപ്പെട്ട് സമയമെടുത്ത് ഷെയ്ഡ് ചെയ്ത് കണ്ടുപിടിക്കുന്ന ഫീസിബിൾ റീജിയൻ ജസ്റ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്തപ്പോഴേക്കും വന്നു. ഇത്ര പണിയുള്ളൂ. എൻ്റർ അടിക്കുക. ഓക്കെ, അപ്പോൾ അതിങ്ങനെ വരും. നമ്മുടെ ഫീസിബിൾ റീജിയൻ ഷെയ്ഡ് ചെയ്ത് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അടുത്ത സ്റ്റെപ്പ് നമ്മൾ തിയറിയിൽ എന്താ ചെയ്യുക? ഇതിൻ്റെ എല്ലാ കോർണർ പോയിൻറ്റ്സും കണ്ടുപിടിക്കും. നമ്മൾ പഠിച്ചിട്ടുണ്ട് മാക്സിമം വാല്യൂ മിനിമം വാല്യൂ അറ്റൈൻ ചെയ്യുക ഈ ഫീസിബിൾ റീജിയൻ്റെ കോർണർ പോയിൻറ്റ്സിലാണെന്ന്. ഓക്കെ, അപ്പോൾ അത് നമ്മൾക്ക് കോർണർ പോയിൻറ്റ്സ് നമ്മൾ നോർമലി തിയറിയിൽ എന്താ ചെയ്യുക? ഓരോ പോയിൻ്റായിട്ട് ചെക്ക്. ഇവിടെ 101 ആയിരിക്കും, ഇവിടെ 2.5. അതൊക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് ഉണ്ടാക്കണം. 2 ഇക്വേഷനൊക്കെ സോൾവ് ചെയ്തിട്ട് വേണം നമ്മൾ നോർമലി ചെയ്യാൻ. പക്ഷേ ഇവിടെ അത്ര പണിയൊന്നുമില്ല. ഒരൊറ്റ കമാൻഡിൽ നമുക്ക് എല്ലാ കോർണർ പോയിൻറ്റും കിട്ടും. കമാൻഡ് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കമാൻഡും അല്ല, കോർണർ പോയിൻ്റ് അല്ലേ വേണ്ടത്. അപ്പോൾ കോർണർ എന്ന് ടൈപ്പ് ചെയ്യുക. എന്നിട്ട് ബ്രാക്കറ്റിനകത്ത് സ്മോൾ ലെറ്റർ A. എന്തുകൊണ്ടാണ് സ്മോൾ ലെറ്റർ A? നമ്മുടെ ഈ റീജിയൻ്റെ പേര് A എന്നാണ്. ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന റീജിയൻ്റെ പേര് ഇതേ ഇവിടെ കണ്ടോ, ഇതാണ് റീജിയൻ്റെ പേര്. കഴ്സർ ശ്രദ്ധിക്കുക, A എന്ന റീജിയൻ്റെ പേര്. അതുകൊണ്ടാണ് കോർണർ A. അതിൻ്റെ മീനിങ് ഇതാണ്, A എന്ന ഭാഗത്തിൻ്റെ കോർണേഴ്സ്. എൻ്റർ കൊടുത്തു, കാണാമല്ലോ. ഇതേ കണ്ടോ, ഒരുപാടെണ്ണം വന്നിട്ടുണ്ട്. ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്കിത് 5 എണ്ണം മതി. ഒരു പെൻറ്റഗണിൻ്റെ ഷേപ്പ് അല്ലേ, അപ്പോൾ ഈ 5 എണ്ണം മതി. AEIJC വേണമെന്നുണ്ടെങ്കിൽ അതല്ലാത്ത ബാക്കിയെല്ലാം ഒന്ന് ഹൈഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, മാറിയെടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കഷ്ടപ്പെട്ട് ചെയ്ത് കണ്ടുപിടിക്കുന്നത് പെട്ടെന്നൊരൊറ്റ കമാൻഡിൽ കിട്ടി. ഓക്കെ, അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെതേ എയുടെ അടുത്ത് തന്നെ പോയി. അപ്പോൾ നമുക്ക് ആ പോയിൻ്റ് കാണാം. അടുത്ത ഇൻ്റെ അടുത്ത് പോയി, അടുത്ത് ആ പോയിൻ്റ് കാണാം. അടുത്തത് ഐൻ്റെ അടുത്ത് പോയി കഴ്സർ കൊണ്ടുപോയി കഴിഞ്ഞാൽ തന്നെ പോയിൻ്റ് കാണാം. ജെൻ്റെ അടുത്ത് കൊണ്ടുപോയാലും എല്ലാത്തിൻ്റെയും കഴ്സർ കൊണ്ടുപോയാൽ തന്നെ നമുക്ക് അതിൻ്റെ ആ പോയിൻ്റ് ഏതാണെന്നുള്ളത് കാണാൻ കഴിയും. ഓക്കെ, ഇനി അടുത്ത ആക്ടിവിറ്റി എന്താണെന്ന് നോക്കി നോക്കാം. നമ്മൾ ഈ ആക്ടിവിറ്റിയിൽ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നോക്കി നോക്കാം. നമ്മൾ ഇൻപുട്ട് ബാറിൽ അത് കൊടുത്ത് കോർണർ A കൊടുത്തിട്ട് കോർണർ പോയിൻറ്റ്സ് ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്തു, ഫീസിബിൾ റീജിയൻ കിട്ടി. ഇനി നമ്മൾ ടേബിൾ, ഈ ടേബിൾ ഫില്ല് ചെയ്യാൻ പറഞ്ഞിരിക്കുക. ഒരു പണിയില്ലാത്ത ടേബിളാണ്. നിങ്ങൾക്ക് കിട്ടിയ കോർണർ പോയിൻറ്റ്സ് ആദ്യം ലിസ്റ്റ് ചെയ്യുക. അതിൻ്റെ X കോർഡിനേറ്റ് എന്താണെന്ന് ലിസ്റ്റ് ചെയ്യുക, Y കോർഡിനേറ്റ് എന്താണെന്ന് ലിസ്റ്റ് ചെയ്യുക. ഒരു പണിയില്ലല്ലോ. ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ എനിക്ക് കിട്ടിയ കോർണർ പോയിൻറ്റ്സ് ഫസ്റ്റത്തെ ഒരു കോർണർ പോയിൻറ്റ് ഞാൻ ഇതെടുത്തു. ആ കോർണർ പോയിൻ്റ് ഏതായിരുന്നു? 0 ആണ്. എളുപ്പമായി തന്നെ കാണണ്ടല്ലോ, അല്ലെങ്കിൽ ഇടത് ഭാഗത്ത് നോക്കിയാലും മതി. 0 ആണ്. അപ്പോൾ ഞാൻ എന്തെഴുതും? ടേബിളിലെ ഫസ്റ്റ് 0 എന്ന് എഴുതും. X കോർഡിനേറ്റ് 0, Y കോർഡിനേറ്റ് 0. അടുത്ത ഞാൻ അടുത്ത പോയിന്റിലേക്ക് പോകും. അപ്പോൾ കോർണർ പോയിൻറ്റ് 2.50, X കോർഡിനേറ്റ് 2.5, Y കോർഡിനേറ്റ് 0. അടുത്തതിലേക്ക് പോകും. അപ്പോൾ 3, 2. അതിൻ്റെ X കോർഡിനേറ്റ് 3, Y കോർഡിനേറ്റ് 2. അങ്ങനെ 5 എണ്ണം ചെയ്യാം. ഓക്കെ, ഇനി ആ
കോളത്തിലെ ലാസ്റ്റ് എന്താണ് ഫില്ല് ചെയ്യേണ്ടതെന്നുള്ളത്. എക്സ് കോർഡിനേറ്റ് ഇത് ഈ ഫസ്റ്റ് 3 കോളം ഫില്ല് ചെയ്യാൻ പണിയില്ലല്ലോ. ഇനി x+2y സെറ്റ് ഈക്വൽ ടു x+2y നമ്മൾ നോർമലി തിയറിക്ക് ചെയ്യുന്ന x+2y എന്ന് പറഞ്ഞാൽ എന്താ, എക്സിൻ്റെ കൂടെ 2y ആഡ് ചെയ്യുക. അതായത് എക്സും വൈയും നമ്മളിവിടെ എഴുതും, എന്നിട്ട് അതിനോട് കൂടെ അതിൽ x+2y എന്നത് ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കിട്ടുന്ന വാല്യൂസ് അങ്ങനെ ലിസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, എക്സാമ്പിളായിട്ട് ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഇപ്പോൾ ഞാൻ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കോർണർ പോയിൻ്റ് തന്നെ എടുക്കാം. ഇതിലത്തെ ഈ ഒരു എ എന്ന കോർണർ പോയിൻ്റ് എനിക്ക് കിട്ടിയത് 1.29 2.29 ആണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, ഇതിപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യണം എന്ന് കരുതാം. ഓക്കെ, അതായത് എക്സ് പറഞ്ഞാൽ 1.29 ആണ്, വൈ എന്ന് പറഞ്ഞാൽ 2.29 ആണ്. നിങ്ങൾക്ക് സയൻറ്റിഫിക് കാൽക്കുലേറ്റർ അലൗഡ് ആയിരിക്കില്ല. അപ്പോൾ നമ്മൾ അല്ലാതെ തന്നെ ജിയോജിബ്ര വെച്ചിട്ട് ചെയ്യാം. എക്സ് ആയിട്ട് നമ്മൾ 1.29 നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇൻപുട്ട് ബാറിൽ കാണാണ്ടല്ലോ, +x+2y 2 ഇൻറ്റുവിന് പകരം സ്റ്റാർ 8ൻ്റെ മുകളിൽ ഷിഫ്റ്റ് അടിച്ചിട്ട് നോക്കുന്ന സ്റ്റാർ എടുക്കാം. 2 × y എന്ന് പറഞ്ഞാൽ 2.29. ആ വാല്യൂ നിങ്ങൾക്ക് എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഇവിടെ കാണാം 5.87. ഓക്കെ, അത് കിട്ടും. അപ്പോൾ ഈ രീതിയിൽ ഓരോ കോർണർ പോയിൻ്റെയും സെറ്റ് വാല്യൂ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്ത് എഴുതാം. ആ ടേബിൾ ഫില്ല് ചെയ്യാൻ യാതൊരു പണിയില്ല എന്നാണ് പറഞ്ഞത്. ഇതുപോലെ ഓരോ കോർണർ പോയിൻ്റ് എക്സ് കോർഡിനേറ്റ് എഴുതുക, വൈ കോർഡിനേറ്റ് എഴുതുക, സെറ്റ് വാല്യൂ ഫില്ല് ചെയ്യുക. ഓക്കെ, ഇനി അടുത്തത് ഓക്കെ, എന്നിട്ട് നമ്മളോട് അതിന് ഏതിനാണ് മാക്സിമം വാല്യൂ, ഏതിനാണ് മിനിമം വാല്യൂ എന്നൊക്കെ ചോദിച്ചിരിക്കും. ഇത് ഇത്രയും ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് നമുക്ക് ആൻസർ ചെയ്ത് കൊടുക്കാം. ഏതിനാണ് ലാർജസ്റ്റ് വാല്യൂ, ഏത് കോർണർ പോയിൻ്റാണ് മിനിമം വാല്യൂ, അത് കണ്ടുപിടിക്കാൻ ഒരു പണിയില്ലല്ലോ. ഞാൻ ആ ഫില്ല് ചെയ്ത ടേബിൾ കാണിച്ചു തരാം. ഇത് ടേബിൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വരും. ഓക്കെ, അപ്പോൾ കോർണർ പോയിൻറ്റ്സ് എല്ലാം ലിസ്റ്റ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ആ ഓരോ കോർണർ പോയിൻ്റ് ഞാൻ സെറ്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തു. കണ്ടാൽ തന്നെ അറിയാലോ ഏതിനാ മാക്സിമം. ഇത് 7 ആണ് അതിൽ ഏറ്റവും വലിയ വാല്യൂ. അത് ഏത് കോർണർ പോയിൻ്റാണ്, സി എന്ന കോർണർ പോയിൻ്റ്, അതായത് 3.2 എന്ന കോർണർ പോയിൻ്റാണ് മാക്സിമം നിങ്ങൾക്ക് കിട്ടുക. ഓക്കെ, അതേപോലെ മിനിമം ഏതിനാണ് കിട്ടുക, മിനിമം നിങ്ങൾക്ക് ഇതിൽ കണ്ടു കഴിഞ്ഞാൽ ഏറ്റവും ചെറിയ വാല്യൂ ഇതാ, സെറ്റ് വാല്യൂ 0 അല്ലേ. അപ്പോൾ മിനിമം വാല്യൂ അറ്റൈൻ ചെയ്യുന്നത് ഇ എന്ന കോർണർ പോയിൻ്റ്, അതായത് ഇ എന്ന് പറഞ്ഞ കോർണർ പോയിൻ്റ് ഇപ്പോൾ ഏതായിരുന്നു, ഇതിൽ അവർ പ്രിൻറ്റ് ചെയ്തിട്ടില്ല. 0 0 എന്ന് പറഞ്ഞാൽ ഇതിൽ തന്നെ കാണാമല്ലോ, 0 0 x0 y0 ആയിട്ടുള്ള കോർണർ പോയിൻ്റിലാണ് മിനിമം അറ്റൈൻ ചെയ്യുന്നത്. മാക്സിമം അറ്റൈൻ ചെയ്യുന്നത് സി എന്ന കോർണർ പോയിൻ്റിൽ. അതിൽ രണ്ടിനും ആൻസർ ഉണ്ട്, 3 4 എന്നീ ആൻസേഴ്സ് അതിൽ ചോദിച്ച ക്വസ്റ്റ്യൻസിനാണ്. ഓക്കെ, അപ്പോൾ രണ്ട് ചോദ്യത്തിനും ലാർജസ്റ്റ് വാല്യൂ എവിടെയാണ്, മിനിമം വാല്യൂ എവിടെയാണെന്നുള്ള രണ്ട് നമ്മളോട് മാക്സിമൈസ് ചെയ്യാനായിരുന്നെങ്കിൽ 2 ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ ചെയ്യാം. സിമ്പിളായിട്ട് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, ഇനി നമ്മളോടുള്ള ഒരു ക്വസ്റ്റ്യൻ്റെ കൺഫർമേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ പഠിച്ച കാര്യം എന്താ, ഈ ഒരു ഫീസിബിൾ റീജിയനകത്ത് മാത്രം അല്ലെങ്കിൽ കോർണർ പോയിൻറ്റ്സിലാണ് മാക്സിമം വാല്യൂ എന്ന് നമ്മൾ തിയറിയിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കൺഫേം ചെയ്യണം. അതായത് ഇപ്പോൾ നമുക്ക് കിട്ടിയ ഇതാണ് നമ്മുടെ ഫീസിബിൾ റീജിയൻ. ഇതിൽ കോർണർ പോയിൻറ്റ്സ് 5 എണ്ണമാണ്. അതിൽ മാത്രമല്ലേ നമ്മൾ സെറ്റ് വാല്യൂ ചെക്ക് ചെയ്തുള്ളൂ. ഈ ഫീസിബിൾ റീജിയനകത്ത് വേറെ എവിടെയെങ്കിലും ഇതിൻ്റെ മാക്സിമം വാല്യൂ അല്ലെങ്കിൽ ഇതിനേക്കാൾ, ഇപ്പോൾ നമുക്ക് കിട്ടിയ മാക്സിമം വാല്യൂ 7 ആണ്, അതിനേക്കാൾ വലിയ വാല്യൂ വരുമോ, x+2yക്ക് ഇതിനകത്തുള്ള ഏതെങ്കിലും പോയിൻറ്റിന് കൂടുതൽ വാല്യൂ വരുമോ ഇല്ലയെന്ന് ചെക്ക് ചെയ്യാൻ പോവാം. അതിന് സിമ്പിൾ പ്രൊസീജിയറാണ് ഇത്. ഈ പ്രൊസീജിയർ ഇതേപോലെ അതിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിലുണ്ടായിരിക്കും. ഞാനിതിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യനും കാണിച്ചു തരുന്നുണ്ട്. ഒരു സ്ലൈഡർ സി ക്രിയേറ്റ് ചെയ്യുക, മിനിമം -1 മാക്സിമം 10 ഇൻക്രിമെൻറ്റ് 0.1 ആവുന്ന രീതിയിൽ ഒരു സ്ലൈഡർ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ സ്ലൈഡറിൽ പോയി സ്ലൈഡർ ക്ലിക്ക് ചെയ്തു. ശ്രദ്ധിക്കേണ്ട കാര്യം, സ്ലൈഡറിൻ്റെ പേര് അവർ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ട് സി ആയിരിക്കണമെന്ന്. ഇപ്പോൾ അത് സി ആയിട്ടേ വരുള്ളൂ. സി ആയിട്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ സി ആയിട്ട് തന്നെ കൊടുക്കുക. അവർ പ്രത്യേകം പറഞ്ഞ മിനിമം മാക്സിമം ശ്രദ്ധിച്ച് തന്നെ കൊടുക്കുക. മിനിമം -1 ആയിരിക്കണം, മാക്സിമം 10 ആയിരിക്കണം, ഇൻക്രിമെൻറ്റ് 0.1 ആയിരിക്കണം. ഓക്കെ, അത് നമുക്ക് കിട്ടുന്ന വാല്യൂവിനനുസരിച്ചാണ് അവർ ചെയ്തിട്ടുള്ളത്. 0.1 ആയിരിക്കണം. എന്നിട്ട് എൻ്റർ കൊടുക്കുക. ഓക്കെ, ശരി. അപ്പോൾ സ്ലൈഡർ വരും. നിങ്ങൾ അടുത്ത് ചെയ്യേണ്ടത്, ഈ സ്ലൈഡർ ഉണ്ടാക്കിയതിന് ശേഷം മാത്രമേ അടുത്ത പറഞ്ഞ പ്രൊസീജിയർ ഫോളോ ചെയ്യാവുള്ളൂ. കാരണം ലൈൻ വരയ്ക്കേണ്ടത് ഇതിനെ ബേസ് ചെയ്തിട്ടാണ്. നിങ്ങളൊരു ലൈൻ വരയ്ക്കണം, x+2y = c. ഇതുകൊണ്ടേ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ഞാൻ എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് അത് കോപ്പി പേസ്റ്റ് ചെയ്യണം. തൽക്കാലം x+2y = c എന്നത് ഇൻപുട്ട് ബാറിൽ കൊണ്ടുപോയിട്ട് ടൈപ്പ് ചെയ്താലും മതി, കോപ്പി പേസ്റ്റ് ചെയ്താലും മതി. Ctrl+V അടിച്ച് ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്തു, എൻ്റർ അടിച്ചു. ഇപ്പോൾ നിങ്ങൾ നോക്കിയോ, ഇവിടെ ഒരു ലൈൻ വന്നിട്ടുണ്ടാവും. ഈ ലൈന് പുതിയ ലൈനാണ്, ഇതുവരെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ലൈന് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ ചോദിച്ചൊരു ചോദ്യം ഉണ്ടല്ലോ, ഈ ഫീസിബിൾ റീജിയനകത്ത് വേറെ ഏതെങ്കിലും പോയിന്റിൽ, ഫീസിബിൾ റീജിയനകത്ത് നമ്മുടെ മാക്സിമം വാല്യൂ വരുമോ. അപ്പോൾ നമുക്ക് കിട്ടിയ 7 എന്ന മാക്സിമം വാല്യൂ ഉണ്ടല്ലോ, 7 എന്ന മാക്സിമം വാല്യൂ ഏത് പോയിന്റിലായിരുന്നു, ഈ 3 2 എന്ന പോയിന്റിലായിരുന്നു.
ഓക്കെ 32 എന്ന പോയിന്റിലായിരുന്നു. അതല്ലാതെ വേറെ ഏതെങ്കിലും ഇതിനകത്ത് എവിടെയെങ്കിലും മാക്സിമം വാല്യൂ വരുമെന്നാണ് നോക്കേണ്ടത്. നമ്മൾ കൊടുത്ത ലൈനിൻ്റെ ഇക്വേഷൻ എന്താ, x+2y = c. അതായത് x+2yൻ്റെ വാല്യൂ c ആയിട്ടാണ് വരിക. ഓക്കെ, ഇപ്പോൾ ഈ ലൈനിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കിടക്കുന്നത് x+2y = 1. അതിൻ്റെ മീനിങ് എന്താ, ലൈനിൽ ഓരോ പോയിൻറ്റും x+2y ചെയ്യുമ്പോൾ എനിക്ക് 1 കിട്ടുക. ഓക്കെ, ഞാനപ്പോൾ x+2y ആണല്ലോ നമ്മുടെ മെയിൻ ഫംഗ്ഷൻ, അതുകൊണ്ടാണ് അങ്ങനെ തന്നെ കൊടുക്കുന്നത്. അങ്ങനെ തന്നെ കൊടുക്കാൻ പാടുള്ളൂ. നിങ്ങൾക്ക് 2-3 ആക്ടിവിറ്റി ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ക്ലിയർ ആവും. ഓക്കെ, മാക്സിമൈസ് ചെയ്യാനുള്ള ഫംഗ്ഷൻ എന്താണോ അത് = c എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി ഞാൻ ആ c വാല്യൂ ഒന്ന് ചേഞ്ച് ചെയ്യാൻ പോവുക. c വാല്യൂ ഞാൻ ഇങ്ങനെ വേരി ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അതിനനുസരിച്ച് ലൈനിൻ്റെ പൊസിഷൻ നോക്കിക്കോളൂ. c വാല്യൂ ഇപ്പോൾ ഞാൻ വേരി ചെയ്യുന്നതനുസരിച്ച് ലൈന് മൂവ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞാൻ c വാല്യൂ -1 ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ലൈൻ ഫീസിബിൾ റീജിയൻ്റെ പുറത്താണുള്ളത് അല്ലേ. ഫീസിബിൾ റീജിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെയ്ഡഡ് റീജിയനാണ്, അതിൻ്റെ പുറത്താണ്. ഞാൻ c വാല്യൂ ഇങ്ങനെ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് ഇപ്പോൾ കണ്ടില്ലേ, c വാല്യൂ ഒരു കോർണർ പോയിൻറ്റിലൂടെ പാസ് ചെയ്യുന്നുണ്ട്. ഏതാണ് ആ കോർണർ പോയിൻറ്റ്? 0 ആണ്. അപ്പോൾ c വാല്യൂ എന്താ, 0ലാണ് കിടക്കുന്നത്. അതായത് 0 c വാല്യൂ 0 ആണ്. അതായത് നമ്മുടെ x+2yൻ്റെ വാല്യൂ 0 ആണ്. ഞാൻ ഇനി c വാല്യൂ ഇങ്ങനെ ഇൻക്രീസ് ചെയ്യുകയാണ്. ഇപ്പോൾ ഫീസിബിൾ റീജിയനിലൂടെയാണ് പാസ് ചെയ്യുന്നത്, ഫീസിബിൾ റീജിയൻ്റെ അകത്തുണ്ട്. ഇപ്പോഴൊക്കെ വാല്യൂ നോക്കി നോക്കൂ, 2.9, 3, 3.5, നിങ്ങൾക്ക് ഇത്രയൊക്കെ ആയുള്ളൂ. ഓക്കെ, ഫീസിബിൾ റീജിയൻ അകത്തുണ്ടാകുമ്പോഴുള്ള വാല്യൂ മാത്രമേ കൺസിഡർ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, ഇപ്പോഴും ഫീസിബിൾ റീജിയൻ അകത്തുണ്ട്. നിങ്ങൾ നോക്കിക്കോ, ഈ എന്ന പോയിന്റിൽ എത്തുമ്പോൾ 7 ആണ് കിട്ടിയത്. അത് നമുക്കറിയാം, ഈ എന്ന പോയിന്റിൽ x+2yൻ്റെ വാല്യൂ 7 ആണ്. അതായത് ഫീസിബിൾ റീജിയൻ അകത്ത് വരുമ്പോൾ ലൈനിന് വരാവുന്ന മാക്സിമം വാല്യൂ 7 ആണ്. അത് കോർണർ പോയിന്റിലാണ്. ഇനി അതിൻ്റെ മേലേക്ക് വാല്യൂ വരണമെന്നുണ്ടെങ്കിൽ ഫീസിബിൾ റീജിയന് പുറത്തേക്ക് പോകണം. അപ്പോൾ നമുക്ക് മനസ്സിലായി, ഫീസിബിൾ റീജിയൻ അകത്ത് x+2yക്ക് വരാവുന്ന മാക്സിമം വാല്യൂ 7 ആണ്. അത് കോർണർ പോയിന്റിലാണ് അറ്റൈൻ ചെയ്യുക. മിനിമം വാല്യൂ അതുപോലെ തന്നെ കോർണർ പോയിന്റിലാണ് അറ്റൈൻ ചെയ്യുക. അതായത് മിനിമം വാല്യൂ ആണെങ്കിലും മാക്സിമം വാല്യൂ ആണെന്നുണ്ടെങ്കിലും അത് അറ്റൈൻ ചെയ്യുന്നത് കോർണർ പോയിന്റിലാണ്. നമുക്ക് കൺഫേം ചെയ്യാം. ഈ രീതിയിലാണ് ഒരു ലൈൻ വരച്ച്, സ്ലൈഡറൊക്കെ വെച്ച് ലൈൻ വരച്ചിട്ട് വേണം കൺഫേം ചെയ്യാം. അപ്പോൾ അതിൽ നോക്കി നോക്കൂ, നമ്മളെല്ലാം ചെയ്തു. എന്നിട്ട് ഫീസിബിൾ റീജിയനിൽ അതൊന്ന് ഒബ്സർവ് ചെയ്യാനേ ഉള്ളൂ, അല്ലാതെ വേറൊന്നുമില്ല. എപ്പോഴാണ് മാക്സിമം വാല്യൂ വരുന്നത്, ഇപ്പം നമ്മൾ ഈ വാല്യൂ ഇങ്ങനെ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഒരു പോയിന്റിൽ എത്തുമ്പോൾ, അതായത് നമ്മൾ മേലേക്ക് ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് പോയല്ലോ, ഇൻക്രീസ് ചെയ്ത് പോകുമ്പോൾ ഒരു പോയിന്റിൽ എത്തിയിട്ട് അത് ഫീസിബിൾ റീജിയൻ്റെ ഒരൊറ്റ പോയിന്റിൽ എക്സിസ്റ്റ് ചെയ്യുള്ളൂ. അതായത് ഇപ്പോൾ നോക്കി നോക്കൂ, ഈ എൻഡ് പോയിൻ്റിൻ്റെ പ്രത്യേകത എന്താ, ഇപ്പോൾ ഫീസിബിൾ റീജിയനിൽ ഒരൊറ്റ പോയിന്റിലൂടെ പാസ് ചെയ്യുന്നുള്ളൂ. അവിടെയാണ് അതിൻ്റെ മാക്സിമം. ഓക്കെ, ഈ എന്ന പോയിന്റ്, അതായത് കോർണർ പോയിന്റിലേ മാക്സിമം കിട്ടുള്ളൂ, അല്ലാതെ വേറൊന്നുമില്ല. അതൊന്ന് ജസ്റ്റ് ക്രോസ് ചെക്ക് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ നമ്മളവിടെ ചെയ്തത്. ഓക്കെ, ഇതാണ് ആക്ടിവിറ്റി 42.1 അല്ലെങ്കിൽ ഫസ്റ്റ് ആക്ടിവിറ്റി. ഇതിൽ ഞാൻ ഇത്രയും വലിച്ചു നീട്ടി പറഞ്ഞു എന്നേ ഉള്ളൂ, പക്ഷേ സിമ്പിളാണ്. നിങ്ങൾ എന്തേ ചെയ്തുള്ളൂ, കോപ്പി പേസ്റ്റ് ചെയ്തു, കോർണറിയെ ടൈപ്പ് ചെയ്ത് കോർണർ പോയിൻറ്റ്സ് മാർക്ക് ചെയ്തു. അതിലൊക്കെ ഈ ടേബിൾ വരച്ചിട്ട് സെറ്റ് വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്തു. ഒരു പണിയില്ല. ഓക്കെ, എക്സ് വാല്യൂ വൈ വാല്യൂ വെച്ചിട്ട് സെറ്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ. എന്നിട്ട് അത് മാക്സിമം ഏതാണ് മിനിമം ഏതാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്ത് എഴുതി കൊടുക്കുക. എന്നിട്ട് ഒരു സ്ലൈഡർ ഉണ്ടാക്കിയിട്ട് ലൈൻ വരച്ച് ജസ്റ്റ് ആ ലൈൻ ഒന്ന് മൂവ് ചെയ്ത് കാണിച്ചു കൊടുക്കുക. ഇത്രയും നിങ്ങൾ ചെയ്യേണ്ടുള്ളൂ. ആക്ടിവിറ്റി 42.1. ഈ ലാബ് ചെയ്യുന്നതിൻ്റെ ഉള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 42.2ലും ഇതേ പ്രൊസീജിയറാണ്, 42.3ലും ഇതേ പ്രൊസീജിയറാണ്. ഒബ്സർവേഷനിൽ ചെറിയൊരു വേരിയേഷൻ മാത്രം. അതും കൂടെ കാണിച്ചു തരാം.